ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വളരെ ഉപകാരമുള്ളതും ഒരുപാട് സന്തോഷം എന്നിലേക്ക് വന്നതും ആയ കാര്യമാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വീഡിയോയിൽ എന്താണ് ഉള്ളത് അതുപോലെ നമ്മൾ ചെയ്യുക മാത്രമാണെങ്കിൽ നമുക്കതിൻ്റെ ഫായ്ദ കിട്ടുള്ളൂ. അപ്പം സാമ്പത്തികമായിട്ട് വളരെയധികം പുരോഗമനത്തിൽ വളരെയധികം ഉയർച്ചയിൽ എത്തിയ ഒരു കാര്യം പറയുന്നത് അത് ഇന്ന കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് മാത്രം എത്തിയത്. ഒരുപാട് വിഷമിച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നല്ല, ചെറിയ ചെറിയ നിസ്സാരമായിട്ടുള്ളൊരു കാര്യങ്ങൾ ആ ചെയ്തത് കൊണ്ടുള്ള ഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഹാരം കൊടുത്തതിൻ്റെ മഹത്വമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ നിങ്ങളിൽ ഓരോരുത്തർക്കും ഇത് ഉപയോഗപ്പെടുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരിലേക്കും വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ആദ്യം കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. എല്ലാ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ നല്ലൊരു മനസ്സുകൊണ്ട് ലൈക്ക് എങ്ങനെ ചെയ്ത് നമുക്കിതൊരു സപ്പോർട്ട് തരിക കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരിലേക്കും വീഡിയോ നിങ്ങൾ എത്തിക്കും എന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. കാരണം നമ്മളിതൊന്നും ചെയ്യുന്നത് വെറുതെ അല്ല, എല്ലാത്തിനും ഓരോ ആളുകൾക്കും ഉപയോഗപ്പെടുന്ന കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അല്ലാതെ തോന്നിവാസമായിട്ടോ ഡാൻസോ കൂത്തോ പാട്ടോ ചിരിയോ കളിയോ ആട്ടോ ഒന്നുമല്ല അയക്കുന്നത്. സത്യസന്ധമായിട്ടുള്ള നല്ല സാലിഹായ കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പരിശുദ്ധ ഖുർആനുള്ള കാര്യമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ നല്ല മനസ്സിൻ്റെ ഉടമകളാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കും, പരമാവധി നിങ്ങൾ എത്തിച്ചു കൊടുക്കും. അപ്പോൾ ആദ്യം കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കാരണം ഇത് നമ്മൾ ഓരോ ഖുർആൻ ഓത്തുകൾ കൊണ്ടാലും ഓരോ ഇസ്മുകളും ഉണ്ടായാലും ഓരോ ദിക്റിനും സലാത്തിനുള്ള അത്രയധികം മഹത്വങ്ങളുണ്ട്. ഇത് നമുക്ക് ഇവിടെയും നമ്മളെ പരലോകത്തും ഉപകാരപ്പെടുന്നതാണ്. അത് ഞാൻ പറയുന്നത് ഒരുപാട് ഖുർആനൊന്നും ഇല്ല. അപ്പം ഞാൻ ഖുർആൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പേടിച്ചിട്ട് സ്കിപ്പ് ചെയ്തിട്ട് പോകണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ നിങ്ങൾ തുടർന്ന് കാണാൻ, സ്കിപ്പ് ചെയ്താൽ ഒന്നും മനസ്സിലാവില്ല. നമ്മളെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യാനുള്ള കാര്യമാണ്. നമുക്ക് അള്ളാഹു തരുന്നത് പോലെ മറ്റാര് തന്നാലും നമുക്ക് മതിയാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അള്ളാഹു നമുക്ക് അനുഗ്രഹിച്ച് തരുന്ന ആ കാര്യങ്ങൾ അള്ളാഹു നമുക്ക് എപ്പോഴത്തേക്കും നിലനിർത്തി തരും അല്ലേ. അല്ലാതെ ഒരാളടുത്ത് നമ്മളൊരു തുക വാങ്ങിയേ അല്ലെ നമ്മളൊരു സാലറി കിട്ടിക്കഴിഞ്ഞാൽ ആ സാലറിയിൽ 1/4 ഭാഗം ചിലവായി 3/4 ഭാഗം അവിടെ ശേഖരിച്ച് വെച്ചാൽ മാത്രമേ നമുക്ക് സമ്പത്ത് ഉയർച്ചയിൽ ആകും. അപ്പം നിങ്ങളുടെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ടും എങ്ങനെയാണ് സമ്പത്ത് ബാക്കിയായി കിട്ടുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സുഖമായിരിക്കട്ടെ. ഞാൻ ആമുഖമായി ഒരുപാട് പറയുന്നത് നിങ്ങൾക്ക് സന്തോഷമായി കിട്ടാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്കൊരു സമാധാനം ആത്മസംതൃപ്തിയും കിട്ടാനാണ്, ധൈര്യം ചോർന്നവരുടെ നല്ല ഊർജ്ജസ്വലതയോട് കൂടിയിട്ടുള്ള പവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ആമുഖമായി കുറച്ച് പറഞ്ഞു തരുന്നത്. കാരണം അത് പെർഫെക്റ്റായ കാര്യങ്ങളാണ്. ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ 2-3 കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി. ഒരുപാട് സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ട. കാരണം എല്ലാവർക്കും എല്ലാത്തിനും സമയം ഉണ്ടായി എന്ന് വരില്ല. നമ്മുടെ ഇപ്പോഴത്തെ സമയം ഒരുപാട് വിലപ്പെട്ടതാണല്ലേ എല്ലാവർക്കും തന്നെ. എടാ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജോലി ചെയ്യണം അല്ലേ. നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുള്ള മാതാപിതാക്കളും കുടുംബിനികളും ഒക്കെയാണ്. നമ്മളൊരു ഫാമിലിയിലാകുമ്പോൾ പല ആവശ്യങ്ങളുണ്ടാവും. എല്ലാം നല്ല കാര്യങ്ങളായിരിക്കും. അത് ഒക്കെ തന്നെ നമുക്ക് നിറവേറ്റണമെങ്കിൽ ഫസ്റ്റിലായിട്ട് വേണ്ടത് നമുക്ക് പണം അല്ലേ, സാമ്പത്തികം വേണം. സാമ്പത്തിക ഉയർച്ച ഉണ്ടെങ്കിൽ മാത്രമേ, സാമ്പത്തികം വരേണ്ട ഒരു സ്രോതസ്സും നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കാര്യങ്ങളൊക്കെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല തക്കതായ സമയത്ത്, അള്ളാഹു ഹൈറായ സമയത്ത് നമുക്ക് അത് അനുഗ്രഹിച്ച് നൽകാനോ അത് നമുക്ക് പരിപാലിക്കാനും കൂടി പറ്റുള്ളൂ അല്ലേ. അതൊക്കെ നമുക്ക് ചെയ്ത് തീർക്കണമെങ്കിൽ നമ്മളെ മുന്നിൽ നടക്കുന്ന സാമ്പത്തികമായിട്ടുള്ള സമ്പത്ത് നമ്മളെ കയ്യിൽ വേണം, പണം വേണം അല്ലേ. അപ്പോൾ ഈ പണം നമുക്ക് ഒരു സാലറി ഞാൻ പറഞ്ഞു തരട്ടെ. എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് 1.5 ലക്ഷം രൂപേൻ്റെ മാസ വരുമാനം കിട്ടുന്ന ജോലിൻ്റെ ആളുണ്ട്. അതുപോലെ 1 ലക്ഷത്തിൻ്റെ ആളുണ്ട്. 75,000 സാലറി വാങ്ങുന്ന ആളുണ്ട്. അതിൽ കുറച്ച് കുറഞ്ഞ സാലറി വാങ്ങുന്ന ആളാണ് ഞാൻ കേട്ടോ. നേരെ പകുതിയല്ല എന്നാലും കൂടുതൽ കേട്ടോ. അങ്ങനെ സാലറി വാങ്ങുന്ന ആളാണ് ഞാനും. അപ്പം ഞാൻ പറഞ്ഞുതരാം, എനിക്കെപ്പോഴും എൻ്റെ മുഖത്ത് എപ്പോഴും സന്തോഷം ഉണ്ടാവും. കാരണം എപ്പോഴും ഞാൻ ചിരിച്ചുകൊണ്ടേ ആരോട് തന്നെ സംസാരിക്കുള്ളൂ. കൂടുതൽ ഓവർ ആക്ടിങ് അല്ല. സ്വതവേ ഒരു മനുഷ്യന് എങ്ങനെയാണ് അതുപോലെ ഞാൻ ഉണ്ടാകും കേട്ടോ. അപ്പം അത് ഉണ്ടാകുന്നത് ചില സമയത്ത് സാലറി കിട്ടി 2 ദിവസം 3 ദിവസവും മാത്രം ഓരോരാൾക്ക് നല്ലൊരു മുഖം ഉണ്ടാവും. സാലറി കിട്ടിയാൽ ഉടനെ നമുക്ക് നാട്ടിലേക്ക് അയച്ചു കൊടുക്കണം. അയച്ചു കൊടുത്ത് ചില ആളുകൾക്ക് സാലറി വാങ്ങുന്ന
ഓരോ സ്റ്റാഫിന് ഒരു ദിവസം കൊണ്ട് പിന്നെ സന്തോഷം പോകും. സാലറി കിട്ടുന്ന 2 ആഴ്ച കഴിഞ്ഞ് ഇപ്പം നമ്മൾ ഈ മാസം സാലറി കിട്ടിക്കഴിഞ്ഞ് 2 ആഴ്ച കഴിയുന്നവരെ നമ്മൾ പണിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിക്കും ഇനി 2 ആഴ്ചയല്ലേ ഉള്ളൂ, അപ്പോഴേക്ക് നമ്മൾ സാലറി വരും എന്നുള്ള ആകാംക്ഷയും സന്തോഷത്തിലായിരിക്കും നമ്മൾ ജോലി ചെയ്യുന്നുണ്ടാവുക. ആ ജോലീൻ്റെ നമ്മളെ സാലറീൻ്റെ ഡേറ്റ് എത്തി സാലറി നമ്മളെ ബാങ്കിലെ അക്കൗണ്ടിൽ വന്നെന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. അത് വേഗം എടുക്കാൻ പോകാനും അത് എവിടെയൊക്കെ കൊടുക്കണം, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ആലോചിക്കുമ്പോൾ അല്ലേ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ തന്നെ നമുക്കൊരു സമാധാനം സന്തോഷം എന്തുകൊണ്ടായിരിക്കും എന്നറിയാം, നമ്മൾ കാര്യത്തിന് മാത്രം ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ എന്നോട് ചോദിക്കൂ, ഇത്താക്ക് എന്താ സങ്കടമൊന്നുമില്ല, ഇത്താക്ക് പിന്നെ സാലറിയിൽ നാട്ടിലേക്ക് അയച്ചു കൊടുത്താൽ ഞാൻ പറഞ്ഞാൽ അയച്ചു കൊടുക്കുന്നത് എൻ്റെതായ കാര്യങ്ങൾക്കാണ്. കാരണം നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. കാരണം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് അത്രയും കുറഞ്ഞു വരുമല്ലോ അല്ലേ. അപ്പോൾ അത്രയും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒക്കെ തന്നെ ഇൻവെസ്റ്റ് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു മനസ്സിന് സമാധാനമാണ്. അപ്പോൾ അവരതല്ലെന്ന് വെച്ചാൽ ഒരു തൊണ്ട് ഭൂമി പോലും ഇല്ല ആ ചെറുപ്പക്കാർ ആണ് ആ പുരുഷന്മാർക്ക്. ഒരു വീടില്ല, വാടക വീട്ടിലാന്ന് എത്രയും വലിയ സാലറി വാങ്ങുന്നുണ്ട്. കാരണം ചില ആളുകൾക്ക് എത്ര തന്നെ കിട്ടിയാലും തികയൂല. അത് ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കിട്ടിയ പൈസ നമ്മൾ എങ്ങനെ ചിലവാക്കണം എന്നുള്ള ഒരു ബോധ്യം ഉത്തമ ബോധ്യം നമുക്കുണ്ടാകാം. നമ്മൾ കിട്ടുന്നതിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പാടില്ല. നമ്മൾ കിട്ടുന്നത് കൊക്കിലൊതുങ്ങിയതേ കൊത്താൻ പാടുള്ളൂ എന്ന് നമുക്ക് പണ്ടുള്ള പഴമക്കാർ പറഞ്ഞു തരും. അത് ശരിക്കും കറക്റ്റായ കാര്യമാണ്. നമ്മൾക്ക് കൊക്കിലൊതുങ്ങിയതേ കോരാൻ പറ്റും. അതിനേക്കാളും കൂടുതൽ കോരിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നിലത്തങ്ങ് പോകും. അതുകൊണ്ടാണ് പറഞ്ഞിരുന്നത്, നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പാടുള്ളൂ. പറ്റാത്ത നമ്മളെക്കാളും ഉയർന്ന പിന്നെ വരുമാനമുള്ള ആളെ പോലെ നമ്മൾ ചെയ്യാൻ വേണ്ടി നോക്കിയാൽ നമ്മൾ ആകെ അതമ്പതിച്ചു. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് നീട്ടി വലിച്ച് കൊണ്ടുപോകുന്നില്ല. നിങ്ങൾക്ക് ഞാനൊരു കാര്യം ഞാൻ കാണിച്ചു തരും. ഈ സ്ക്രീൻഷോട്ട് നിങ്ങളത് എടുത്ത് വെക്കുക, നിങ്ങളതുപോലെ തന്നെ എഴുതുക. അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാനല്ല പറയുന്നത്, ഒരു പിന്നെ ഇതുപോലെ ആക്കി വെച്ചിട്ട് നിങ്ങളത് എഴുതിയെടുക്കുക. എന്നിട്ട് നിങ്ങളെന്താ വേണ്ടതെന്ന് വെച്ചാൽ അതിൽ 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ ഒരു ഖുർആൻ എഴുത്ത് കണ്ട ഈ എഴുത്ത് അക്കങ്ങൾ, ഈ ഒരു പേജിലുള്ള ഈ അക്കങ്ങളും ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയിട്ട് നിങ്ങളെ കൈകൊണ്ട് നിങ്ങളെ കൈപ്പട കൊണ്ട് എഴുതുക. ഒന്നുകിൽ കറുപ്പ് മഷി അല്ലെങ്കിൽ പച്ച മഷി കേട്ടോ. ഇതിനെക്കൊണ്ട് എഴുതി കള്ളികളൊക്കെ വരച്ച് എഴുതി അതുപോലെ തന്നെ എഴുതിയിട്ട് അതിൽ നിങ്ങൾ എഴുതേണ്ടതെന്ന് വെച്ചാൽ 39 വിസ്മി എഴുതുക. 39 വിസ്മി എഴുതുക. ഒന്നിക്കിൽ ഒരു വെള്ള തുണിയിൽ നല്ല വൃത്തിയും നീറ്റുമായ ഒരു ടവൽ പോലത്തെ തുണി ഉണ്ടാവില്ലേ, ചെറിയൊരു പീസ് മതി വിസ്മി എഴുതാനാണ്. അപ്പോൾ അത് എഴുതുക 39 അത് എഴുതുക. ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസത്തോടു കൂടി വേണം. ആക്കിബത്ത് നന്നാവണം, പിന്നെ നല്ല തക്കുവ ഉണ്ടാവണം, വിശ്വാസം വേണം കേട്ടോ. പിന്നെ ഇത് എഴുതുന്ന സമയത്ത് നമുക്ക് ഒളിവ് വേണം കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ബൈത്തും കൂടി നിങ്ങളതിൽ എഴുതി വെക്കുക. ബൈത്ത് എഴുതി വെച്ചാൽ മതി കേട്ടോ. അത് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് തീരെ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഞാനിടുന്ന ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ചിലപ്പോൾ അതിലെന്തെങ്കിലും ഒളിഞ്ഞ് നിൽക്കുന്നുണ്ടാവും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അത് നിങ്ങൾ കാണാതെ പോകുമ്പോൾ നിങ്ങൾ എന്നോട് കമൻറ്റിൽ എഴുതി ചോദിക്കും. അതുപോലെ തന്നെ നിങ്ങൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ വാട്സപ്പിൽ എന്നോട് വോയിസ് അയക്കും. അപ്പോൾ അതിനൊന്നുമില്ല ഇടയുണ്ടാക്കുന്നില്ല. അപ്പോൾ അതൊക്കെ പറഞ്ഞുതരാനാണ് ഞാൻ ലൈവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ ലൈവിൽ ആരും വരുന്നില്ല. അതുകൊണ്ട് ഇപ്പം ഞാൻ ഇതിൽ പറഞ്ഞിരുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. സ്കിപ്പ് ചെയ്താൽ കാണാൻ വേണ്ടി പറ്റൂല. അപ്പോൾ ആ ബൈത്ത് കൂടി നിങ്ങൾ എഴുതുക കേട്ടോ. സഅൽതുക ബിൽ ഇസ്മി മുഅല്ലമി ഖദ്റഹു. ആ 2 ലൈനുണ്ട്. അതിലൊരു ലൈൻ ഞാൻ പറഞ്ഞിരുന്നുണ്ട്, ബാക്കി നിങ്ങൾ എഴുതിക്കോട്ടെ. സഅൽതുക ബിൽ ഇസ്മിൽ മുഅല്ലമി ഖദ്റഹു എന്നാണ് കേട്ടോ. അപ്പോൾ അത് 2 ലൈൻ നിങ്ങൾ എഴുതുക. എഴുതി കഴിഞ്ഞാൽ ഫസ്റ്റിലത്തെ ആ ലൈനാണ്. എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് നല്ല ഭദ്രമായിട്ട് വൃത്തി നീറ്റുള്ളതിൽ മടക്കി വെച്ച് അതിലൊരു പേഴ്സിൽ വെക്കുക. ഒന്ന് അൽമാരയിലും വെക്കുന്ന ഏറ്റവും നല്ലതാണ് കേട്ടോ. ജോലിക്ക് പോകുന്ന ഭർത്താവായാലും നിങ്ങളെ വീട്ടിലെ പേഴ്സ് സമ്പാദ്യം നമ്മളെ പൈസ എല്ലാം കൊണ്ടുവന്ന് വെക്കുമല്ലോ, അതിൽ നിങ്ങൾ വെക്കുക. അപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് നമ്മളെ അൽമാരയിൽ നിന്ന് പൈസ ഒഴിയാതെ പോകും. നമ്മൾ ജോലി ചെയ്ത് കിട്ടുന്ന സമ്പത്തിൽ നിന്ന് കുറവ് വരാതെ 1/4 ഭാഗം ഉപയോഗപ്പെടുത്തി 1/4 ഭാഗം സമ്പത്ത് അവിടെ നിലനിർത്തും.
അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രത്യേക കാര്യമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ ഒരുപാട് വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കും. നിങ്ങളെല്ലാവരും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കുക. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും അസ്സലാമു.